കോട്ടയം മുണ്ടക്കയത്തെ SIR ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യാ ഭീഷണിയുമായി BLO. സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശമിട്ടു. മാനസിക നില തകർന്നുവെന്ന് O. ആന്റണി. ഗ്രൂപ്പിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. SIR ജോലികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വോട്ടർമാരുടെ കാര്യത്തിൽ ആണെങ്കിൽ ഇവർക്ക് ഫോം കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഒരാഴ്ചയോളം മെനക്കെട്ട് വീടുകളിൽ കൂടി കൊടുത്തിരിക്കുന്ന ഫോമായിട്ട് അത് ഒരു അക്ഷരം പൂരിപ്പിക്കാതെയാണ് പല വോട്ടർമാരും വരുന്നത്. ഇവരുടെ മൊത്തം ബേസിക് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് 2002 ഇത് വിവരങ്ങളും തപ്പി കണ്ടുപിടിച്ചു കൊടുക്കണം. ഇതിന് കാശ് കിട്ടുന്നില്ല. ഇത് പ്രതിരോധത്തിലാണോ എന്നാണെന്നോ നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള യാതൊരു ഉപകരണങ്ങളും തരുന്നില്ല. ഈ ഇന്റർനെറ്റ് തരുന്നില്ല, മൊബൈൽ ഫോൺ തരുന്നില്ല. ഇലക്ഷൻ കമ്മീഷനും നിങ്ങളെ റവന്യൂവിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എൻ്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മട്ടുതട്ടാ പറയുന്നത്, സഹി കെട്ടാവട്ടാ പറയുന്നത്. ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പ് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും. അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പം വന്നിരിക്കുന്നത്. എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങളെ ഇത് ഗ്രൂപ്പിലല്ല, ഇത് മൊത്തം മീഡിയയിൽ ഞാൻ കൊടുക്കും. അതുപോലെ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത്. നാട്ടുകാരുടെ തെറിയേക്കണം, റവന്യൂക്കാരുടെ തെറിയേക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ 1 മിനിറ്റിൽ ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങളെ തെറിയേക്കാനും പറ്റത്തില്ല. ഞാൻ ആത്മഹത്യ, അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIR ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഖിൽ കെ കൂടുതൽ വിവരങ്ങൾ നൽകും. അഖിൽ, നമുക്കറിയാം BLOമാർ നേരിടുന്ന ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ്. അനീഷ് ജോർജ് ഒരു നോവുന്ന ഓർമ്മയായി നമുക്ക് മുന്നിലുണ്ട് താനും. ഇപ്പോൾ ഇതാ മറ്റൊരു BLO കൂടി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഓഡിയോയിൽ വ്യക്തവുമാണ്. ആര്യ, തീർച്ചയായും എത്രത്തോളം വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. SIRലൂടെ സമ്മർദ്ദം ഉണ്ടാകില്ല, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നു എന്നൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ താഴേക്കിടയിൽ SIRൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ സമ്മർദ്ദത്തിൽ തന്നെയാണെന്നുള്ളതാണ്. കാരണം ഉദ്യോഗസ്ഥരിൽ നിന്നും, അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്നും തെറിയേൽക്കേണ്ടി വരുന്നു. ഈ SIR പേപ്പർ വാങ്ങാൻ പോകുമ്പോൾ പൊതുജനത്തിൽ നിന്നും തെറിയേൽക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ ഈ കടുത്ത സമ്മർദ്ദം വെച്ചുകൊണ്ട്, അതായത് 1 മിനിറ്റിലൊക്കെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ അത്തരത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. നെറ്റില്ല, ഈ സെർവറുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നീ കാരണങ്ങളൊക്കെ തന്നെ വലിയ സമ്മർദ്ദം, അതായത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണമെന്ന സമ്മർദ്ദം നൽകുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്ന. പലതവണ പരാതിപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഒഴിവാക്കണം ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും നടത്തുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ല. ഒന്നില്ലെങ്കിൽ താനൊരാളെ കൊല്ലും, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കൊല്ലും എന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുന്നു. അത്രത്തോളം വലിയ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. കളക്ടറേറ്റിലോ വില്ലേജ് ഓഫീസിലോ എത്തി വിഷം കഴിച്ച് മരിക്കേണ്ടി വരും എന്നൊരാൾ പറയുന്ന സാഹചര്യത്തിലേക്ക് ഇത് എത്തുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദം ഇയാൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മുണ്ടക്കയം 110-ാം ടൗണിൽ ഉൾപ്പെടുന്ന ബൂത്താണ്. 110 എന്ന് പറയുന്ന ടൗണിലുള്ള ബൂത്താണ്. ഈ 110-ാം ബൂത്തിലെ BLO ആന്റണിയാണ്. ഈ ആന്റണിയോട് വലിയ സന്ദേശമാണെന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരടക്കമുള്ള ഈ BLOമാരുടെ ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിരിക്കുന്നത്. കാരണം നേരിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം അയക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും BLOമാരുടെ ദുരിതമൊന്നും മാറുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു കാര്യം ഇപ്പോൾ കോട്ടയത്ത് നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ അതിവേഗം നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു തിരക്കിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണ്. ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു സഹകരണം ഉണ്ടാകുന്നില്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. വോട്ടർമാർ കൂടി സഹകരിച്ചാൽ മാത്രമാണ് ഈ BLOമാർക്ക് ഈ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുക. അത്തരത്തിൽ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ വോട്ടർമാരും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അതായത് ഈ ഫോമുകൾ നൽകി കഴിഞ്ഞാൽ ആരും ഫോം ഫില്ല് ചെയ്ത് വെക്കുന്ന പോലുമില്ല. അതായത് നമ്മൾ പല BLOമാരോടും സംസാരിച്ചിട്ടുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ വോട്ടർ ലിസ്റ്റ് ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു, അത് ആരും ഫില്ല് ചെയ്ത് വെക്കുന്നില്ല. പിന്നീട് വീണ്ടും 1-ലധികം തവണ 3-4 തവണയൊക്കെ ഒരേ വീട്ടിൽ തന്നെ പോകേണ്ടി വരുന്നു. ഇത്രത്തോളം സമയം, അതായത് പല വീടുകളും പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ ഈ ബൂത്തിലുള്ള ആളുകൾ മറ്റ് ബൂത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തിലായിരിക്കും താമസിക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്താൻ കഴിയുന്നില്ല. ആദ്യം പറഞ്ഞ സമയത്തല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. എന്തായാലും വലിയ കടുത്ത മാനസിക സമ്മർദ്ദം തന്നെയാണ് എന്തായാലും ഇവർ നേരിടേണ്ടി വരുന്നതായി. അതിദയനീയമായ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ BLOമാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.